നമസ്കാരം. എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറി കട്ടും കൊന്നും ഉണ്ടാക്കിയ കോടികളൊന്നും പിണറായി വിജയന് പോരാ എന്ന് തോന്നുന്നു. എന്തെല്ലാം തോന്നിവാസമാണ് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ കയറിയെന്ന് പറയപ്പെടുന്ന ഈ കമ്മികൾ കാട്ടിക്കൂട്ടുന്നത്. പാവങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയും പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം അടുപ്പക്കാർക്ക് ലക്ഷങ്ങൾ വാരിക്കോരി കൊടുക്കുകയും ചെയ്യുന്ന രീതി ഏത് ഭരണതന്ത്രത്തിലുള്ളതാണ് എന്ന് അറിയില്ല. പക്ഷേ അത് നടപ്പാക്കാനുള്ള തലതിരിഞ്ഞ ബുദ്ധിയുള്ള ഒരു സർക്കാർ കേരളത്തിലുണ്ട് എന്ന് മാത്രം അറിയാം. അറിയാത്തവർക്ക് സ്വന്തം പ്രവൃത്തിയിലൂടെ അത് കാണിച്ചും തെളിയിച്ചും കൊടുക്കാൻ മടിയില്ലാത്ത ഭരണകർത്താക്കളും ഇവിടെയുണ്ട്. അതിനു വേറെ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. അതിനോടൊപ്പം പാവങ്ങളുടെ കണ്ണീരൊക്കുന്ന പാർട്ടിയും സർക്കാരുമാണ് തങ്ങളുടേത് എന്ന് ഉദ്ഘോഷിക്കാനുള്ള നാണമില്ലായ്മയോ ആ സർക്കാരിനെ നയിക്കുന്നവർക്കുണ്ട് താനും. ഇതിനെ കേരള മോഡൽ കമ്മ്യൂണിസം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ജീവിതം മുന്നോട്ട് പോകുവാനുള്ള തത്രപ്പാടിൽ നിവൃത്തികേട് കൊണ്ട് പൊരിവെയിലിൽ സമരം നടത്തുന്ന കുറെ പേർ സർക്കാരിന്റെ മൂക്കിന് താഴെ തന്നെയുണ്ട്. ആശാ വർക്കർമാർ എന്ന് അവർ ആവശ്യപ്പെടുന്നത് അവർക്ക് ലഭിക്കുന്ന 7000 രൂപയുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാണ്. ജോലിയിൽ നിന്ന് പിരിയുമ്പോൾ റിട്ടയർമെന്റ് ആനുകൂല്യം നൽകണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. പണമില്ല എന്ന സ്ഥിരം പല്ലവി പാടി അത് പരിഹാസപൂർവ്വം നിരാകരിച്ച സർക്കാരാണ് തൊട്ടു പിന്നാലെ സംസ്ഥാനത്തിന്റെ പ്രതിനിധി എന്ന പേരിൽ ഡൽഹിയിൽ പോയി മടങ്ങുന്ന വ്യക്തിക്ക് 5 ലക്ഷം രൂപ കൂട്ടിക്കൊടുത്തത്. PSC അംഗങ്ങൾക്ക് ശമ്പളം പെൻഷൻ ഇനങ്ങളിലും ലക്ഷങ്ങളാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ കേസ് വാദിക്കുന്ന സർക്കാർ അഭിഭാഷകരുടെ ശമ്പളത്തിലും ലക്ഷങ്ങളുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി ദിനം പ്രതി വഷളാകുന്ന പശ്ചാത്തലത്തിൽ PSC അംഗങ്ങളുടെയും സർക്കാർ അഭിഭാഷകരുടെയും ശമ്പള വർധന സംബന്ധിച്ച സർക്കാരിന്റെ തീരുമാനം എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്നത്? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രതിസന്ധിയും പെൻഷൻ വിതരണത്തിലെ വൈകിപ്പിക്കലും എല്ലാം തന്നെ ഇത്തവണത്തെ ബജറ്റിൽ തന്നെ പ്രതിഫലിച്ചിട്ടുണ്ട്. പുതിയ നികുതി ഭാരം ചുമത്തിയിട്ടും അതിന്റെ ഫലപ്രാപ്തി കണ്ടെത്താനാകാത്ത സാഹചര്യം സർക്കാരിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പുതിയ സാമ്പത്തിക ബാധ്യതകൾ കൂടി സൃഷ്ടിക്കുന്നതിൽ എന്ത് നീതിയാണുള്ളത്? PSC അംഗങ്ങൾ സാധാരണയ്ക്ക് മേലുള്ള സൗകര്യങ്ങളോട് കൂടിയ സ്ഥാനത്തുള്ളവരാണ്. സർക്കാർ അഭിഭാഷകരും അവരുടെ പ്രതിഫലനത്തിനോടൊപ്പം നിരവധി മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാകുന്നവരാണ്. ഇവർക്കുള്ള ശമ്പള വർധനവിലൂടെ സാമ്പത്തിക മാന്ദ്യം നേരിടുന്ന കേരളത്തിന് ആനുകൂല്യം എന്തെങ്കിലും ലഭിക്കുമോ? പൊതുജനത്തിനായുള്ള ക്ഷേമ പദ്ധതികളിൽ കത്രിക വെക്കുന്ന സർക്കാർ തന്നെ ചില ശ്രേണികളുടെ ശമ്പളം കൂട്ടുന്നത് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. സാമ്പത്തിക മാന്ദ്യം മറികടക്കാനുള്ള പ്രധാന പരിശോധനകൾ സർക്കാർ നടത്തണമെന്നതാണ് യുക്തി. ചെലവ് കുറയ്ക്കൽ, വരുമാന ഉറവിടങ്ങൾ ശക്തിപ്പെടുത്തൽ എന്നീ വഴി അന്വേഷിക്കാതെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നത് ഗൗരവമായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. പൗരന്മാരുടെ നികുതി പണം വിനിയോഗിക്കുന്നത് തികച്ചും ഉത്തരവാദിത്വത്തോടെ തന്നെയായിരിക്കണം. അതിൽ വേറൊരു ഉപേക്ഷയും ഉണ്ടാകാനും പാടില്ല.